സംസ്ഥാനത്തെ റേഷൻ കടകൾ വഴിയുള്ള മണ്ണെണ്ണ വിതരണത്തിൽ നിയന്ത്രണം. ഇനി മുതൽ ഒരു പഞ്ചായത്തിലെ 2 റേഷൻ കടയിൽ നിന്ന് മാത്രമേ മണ്ണെണ്ണ വിതരണം ചെയ്യുകയുള്ളെന്ന് തീരുമാനം. തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ 5 കിലോ കഞ്ചാവ് പിടികൂടി. ഹൈദരാബാദിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്ന ശബരി എക്സ്പ്രസിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയ ബാഗിൽ തിരച്ചിൽ നടത്തിയതിനെ തുടർന്നാണ് കഞ്ചാവ് കണ്ടെത്തിയത്. പ്രതിയെ പിടികൂടാൻ ആയിട്ടില്ല. തൃശൂർ മേയർക്കെതിരെ ആഞ്ഞടിച്ച് VS സുനിൽകുമാർ. MK വർഗീസിനെ മാറ്റണമെന്ന നിലപാടിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് സുനിൽകുമാർ പറഞ്ഞു. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. സംസ്ഥാനത്തെ റേഷൻ കടകൾ വഴിയുള്ള മണ്ണെണ്ണ വിതരണത്തിൽ നിയന്ത്രണം. ഇനി മുതൽ ഒരു പഞ്ചായത്തിലെ 2 റേഷൻ കടയിൽ നിന്ന് മാത്രമേ മണ്ണെണ്ണ വിതരണം ചെയ്യുകയുള്ളെന്ന് തീരുമാനം. ഇത് സംബന്ധിച്ച ഉത്തരവ് പൊതുവിതരണ ഉപഭോക്തൃകാര്യ കമ്മീഷണർ പുറത്തിറക്കി. മണ്ണെണ്ണ വിതരണത്തിലെ പ്രതിസന്ധി ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് സർക്കാരിന്റെ നീക്കം. അതേസമയം ഈ തീരുമാനം റേഷൻ കടകളെ നശിപ്പിക്കുമെന്നാരോപിച്ച് മണ്ണെണ്ണ വിതരണം ഏറ്റെടുക്കില്ലെന്ന് റേഷൻ ഡീലേഴ്സ് കോർഡിനേഷൻ സമിതി വ്യക്തമാക്കി. റേഷൻ വിതരണത്തെ മൊത്തത്തിൽ തകർക്കുന്നതാണ് ഉത്തരവെന്ന് റേഷൻ വ്യാപാരികൾ ആരോപിക്കുന്നു. 1-2 കടകളിലൂടെ മാത്രം മണ്ണെണ്ണ വിതരണം ചെയ്താൽ അവിടെ നിന്ന് റേഷൻ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ വാങ്ങുകയും മറ്റ് റേഷൻ കടകളിൽ വിതരണം കുറയുകയും ചെയ്യുമെന്ന് വ്യാപാരികൾ ആരോപിച്ചു. ന്യൂസ് ഡെസ്ക് മീഡിയ ടൈം. തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ 5 കിലോ കഞ്ചാവ് പിടികൂടി. ഹൈദരാബാദിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്ന ശബരി എക്സ്പ്രസിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയ ബാഗിൽ തിരച്ചിൽ നടത്തിയതിനെ തുടർന്നാണ് കഞ്ചാവ് കണ്ടെത്തിയത്. പ്രതിയെ പിടികൂടാൻ ആയിട്ടില്ല. ശബരി എക്സ്പ്രസിന്റെ ജനറൽ കമ്പാർട്ട്മെന്റിലെ ലാവറട്ടിക്ക് സമീപം പരിശോധിച്ച RPF ഉദ്യോഗസ്ഥർ ഞെട്ടി. 5 കിലോയോളം കഞ്ചാവ് പൊതിഞ്ഞുകെട്ടി ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇന്ന് രാവിലെ 11:30യോടെയായിരുന്നു സംഭവം. പതിവ് പരിശോധനയ്ക്കെത്തിയ ഉദ്യോഗസ്ഥരാണ് ട്രെയിനിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ 4.753 കിലോഗ്രാം കഞ്ചാവ് കണ്ടെത്തിയത്. ശബരി എക്സ്പ്രസ് ജനറൽ കമ്പാർട്ട്മെന്റിനോട് ചേർന്നുള്ള ശുചിമുറിക്ക് സമീപത്ത് പൊതിഞ്ഞുകെട്ടിയ നിലയിലായിരുന്നു കഞ്ചാവ് കിടന്നിരുന്നത്. GRP SI-മാരായ തോമസ്, ജയകുമാർ, RPF SI ഗീതു കൃഷ്ണൻ, CPO-മാരായ അരുൺകുമാർ, നിഷാദ്, ഹെഡ് കോൺസ്റ്റബിൾ അനിൽകുമാർ എന്നിവർ ചേർന്നാണ് പരിശോധന നടത്തിയത്. ഇതു സംബന്ധിച്ച് അന്വേഷണം തുടരുമെന്ന് അധികൃതർ പറഞ്ഞു. മീഡിയ ടൈം, തൃശൂർ. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ മഴ തുടരുന്ന സാഹചര്യത്തിൽ 3 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, കോട്ടയം, കണ്ണൂർ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പാലക്കാട്, വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ടുമാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. കേരള തീരത്തും തമിഴ്നാട് തീരത്തും ഇന്ന് രാത്രി 11:30 വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. ഈ പ്രദേശങ്ങളിലെ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും പ്രത്യേക ജാഗ്രത പാലിക്കണം. കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലയിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണം. മത്സ്യബന്ധന യാനങ്ങൾ ഹാർബറിൽ സുരക്ഷിതമായി കെട്ടിയിട്ട് സൂക്ഷിക്കുകയും വേണം. ന്യൂസ് ഡെസ്ക് മീഡിയ ടൈം. കുപ്രസിദ്ധ ഗുണ്ട MDMA-യും കഞ്ചാവും ഹാഷിഷ് ഓയിലുമായി പോലീസിന്റെ പിടിയിൽ. തളിക്കുളം ഹൈസ്കൂൾ പരിസരത്തു നിന്നുമാണ് 75 ഗ്രാം MDMA, 3.5 കിലോഗ്രാം കഞ്ചാവും 3 ഗ്രാം ഹാഷിഷ് ഓയിലുമായി മാള സ്വദേശി വിശാലിനെ തൃശൂർ റൂറൽ ജില്ലാ ഡെൻസാഫ് ടീമും വാടാനപ്പള്ളി പോലീസും ചേർന്ന് പിടികൂടിയത്. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് തൃശൂർ റൂറൽ ഡാൻസ് ഓഫ് സംഘം നാളുകളായി നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി അറസ്റ്റിലായത്. തീരദേശ മേഖലയിലെ വിദ്യാർത്ഥികൾക്ക് വിൽപ്പന നടത്തുന്ന മൊത്ത കച്ചവടക്കാരെ ലക്ഷ്യമാക്കിയാണ് പ്രതി MDMA-യും കഞ്ചാവും കൊണ്ടുവന്നത്. MDMA-യും കഞ്ചാവും കൈമാറുന്നതിനായി കാത്തുനിൽക്കുന്ന സമയത്താണ് പ്രതി പോലീസിന്റെ പിടിയിൽപ്പെടുന്നത്. വാടാനപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ 7 കിലോ ഹാഷിഷ് ഓയിൽ പിടികൂടിയ കേസിൽ മുഖ്യപ്രതിയായ ഇയാൾ ഒളിവിൽ കഴിഞ്ഞു വരികയാണ് പോലീസിന്റെ പിടിയിലാകുന്നത്. റൗഡിയും നിരവധി ക്രിമിനൽ കേസുകളിലെയും മയക്കുമരുന്ന് കേസുകളിലെയും പ്രതിയാണ് ഇയാൾ. തൃശൂർ, എറണാകുളം മേഖലയിൽ മയക്കുമരുന്നിന്റെ മൊത്ത കച്ചവടക്കാരിൽ പ്രധാനിയാണ് ഇയാൾ. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി നവനീത് ശർമ്മയുടെ നിർദ്ദേശപ്രകാരം കൊടുങ്ങല്ലൂർ DYSP സന്തോഷ് കുമാറിന്റെ നേതൃത്വത്തിൽ വാടാനപ്പള്ളി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ബിനു, SI-മാരായ ശ്രീലക്ഷ്മി, മുഹമ്മദ് റാഫി, തൃശൂർ റൂറൽ ഡാൻസ് ഓഫ് SI-മാരായ CR പ്രദീപ്, P ജയകൃഷ്ണൻ,
TR ഷൈൻ, ഡാൻസ് ഓഫ് അംഗങ്ങളായ സൂരജ് വി ദേവ്, ലിജു ഇയാനി, PX സോണി, MV മാനുവൽ, നിഷാന്ത്, KJ ഷിൻഡോ, വാടാനപ്പള്ളി പോലീസ് സ്റ്റേഷനിലെ സീനിയർ CPO മനോജ്, അലി, ജിഷ്ണു എന്നിവരും ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. മീഡിയ ടൈം, തൃശൂർ. തൃശൂർ മേയർക്കെതിരെ ആഞ്ഞടിച്ച് VS സുനിൽകുമാർ. MK വർഗീസിനെ മാറ്റണമെന്ന നിലപാടിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് സുനിൽകുമാർ പറഞ്ഞു. തെരഞ്ഞെടുപ്പിൽ മേയർ പ്രവർത്തിച്ചത് BJP സ്ഥാനാർത്ഥിക്ക് വേണ്ടിയാണ്. മേയറെ മാറ്റണമെന്ന ആവശ്യം CPI CPMനെ അറിയിച്ചിട്ടുണ്ടെന്നും അത് സംബന്ധിച്ച് LDF ചർച്ച ചെയ്യുമെന്നും VS സുനിൽകുമാർ. ആയിരക്കണക്കിന് കോടിയുടെ വികസന പ്രവർത്തനം നടത്തിയിട്ടുള്ള ഇടതുപക്ഷത്തിൻ്റെ MLA ആയിരിക്കുന്ന സമയത്ത് നടത്തിയിട്ടുള്ള ഞാനിവിടെ മത്സരിക്കുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി നടത്തിയ വികസന പ്രവർത്തനത്തെ പറ്റി പറയാതെ NDA സ്ഥാനാർത്ഥിയുടെ മഹിമയെക്കുറിച്ച് പറയാമെന്ന് പറയുന്നതാണ് NDAക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്ന് പറയുന്നത്. അത് അദ്ദേഹം നിർവഹിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ നിർവഹിച്ച ഒരാളെ പറ്റിയിട്ട് ഞാൻ സംശയിക്കേണ്ട കാര്യം എന്താ? അപ്പോൾ അതുകൊണ്ട് അക്കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. ഇല്ല, ഇന്നത്തെ മീറ്റിംഗ് അതുമായി ബന്ധപ്പെട്ട മീറ്റിംഗ് അല്ല. ഇന്ന് ഞങ്ങൾ വേറെ ചില കാര്യങ്ങൾ ആലോചിക്കാൻ വേണ്ടി കൂടി മീറ്റിംഗാണ്. അത് ഞങ്ങൾ നേരത്തെ കൂടി കമ്മിറ്റിക്ക് കൂടി ചർച്ച ചെയ്ത കാര്യങ്ങൾ ജില്ലാ സെക്രട്ടറി വിശദീകരിച്ചിട്ടുണ്ടല്ലോ അവിടെ. ഇതിപ്പോൾ മേയറുമായിട്ട് ഇപ്പോൾ വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടാനിഷ്ടങ്ങളൊന്നും ഇതിനകത്ത് ഇല്ല. ഇത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കകത്തുള്ള അഭിപ്രായ വ്യത്യാസമല്ല. മേയർ എന്ന് പറയുന്ന വ്യക്തി CPMൻ്റെ ചിഹ്നത്തിൽ മത്സരിച്ച ആൾ എനിക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹം സ്വതന്ത്രനായി കോൺഗ്രസ് റിബലായിട്ട് മത്സരിച്ച് ഒരു പ്രത്യേക ഘട്ടത്തിൽ രാഷ്ട്രീയ തീരുമാനമെടുത്ത് അദ്ദേഹത്തെ ഇടതുപക്ഷത്തിൻ്റെ ഭാഗമാക്കി മാറ്റിയതാണ്. അതൊരു ജെൻറ്റിൽമാൻ അഗ്രിമെൻ്റാണ്. അത് അദ്ദേഹം പാലിക്കാൻ അദ്ദേഹം ബാധ്യസ്ഥനാണ്. അദ്ദേഹം CPIക്ക് അർഹതപ്പെട്ട ഒരു വർഷത്തെ മേയർ സ്ഥാനം പോലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തീരുമാനിച്ചിട്ടും മേയർ വിട്ടുകൊടുക്കാതിരുന്നപ്പോഴും CPI അതിനെപ്പറ്റി ഒരു അഭിപ്രായവും അല്ലെങ്കിൽ ഒരു പരാതിയും പറഞ്ഞിട്ടില്ല. ഇനി നാട്ടിൽ നടന്നത്. മാള സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മെറിറ്റ് ഡേ സംഘടിപ്പിച്ചു. 2023-24 അധ്യയന വർഷത്തിൽ സ്കൂളിലെ ഉന്നത വിജയം കൈവരിച്ച +2 വിദ്യാർത്ഥികളെയാണ് ചടങ്ങിൽ ആദരിച്ചത്. തൃശൂർ ജില്ലാ കളക്ടർ VR കൃഷ്ണതേജ IAS ഉദ്ഘാടനം ചെയ്തു. ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ എൻ്റെ 7ാം ക്ലാസ് വരെ ഒരു ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു. എൻ്റെ ക്ലാസ്സിൽ 25 കുട്ടികളുണ്ടായിരുന്നെങ്കിൽ 24ാമത്തെ റാങ്കോ അല്ലെങ്കിൽ 25ാമത്തെ റാങ്കോ എനിക്ക് ഉറപ്പായിരുന്നു. അത്ര നന്നായിട്ട് ആവറേജ് ആയിട്ട് പഠിക്കുന്ന ഒരു മോനായിരുന്നു ഞാൻ എൻ്റെ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ കുടുംബത്തിലുള്ള പ്രതിസന്ധികളുടെ കാരണത്തിൽ എനിക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലായി ഒരു വ്യക്തി ജീവിതത്തിൽ വിദ്യാഭ്യാസം എത്ര ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെയാണോ ഞാൻ എൻ്റെ 8ാം ക്ലാസ്സൊക്കെ നന്നായിട്ട് പഠിക്കാൻ തുടങ്ങി. അങ്ങനെയാണോ 10ാം ക്ലാസ് ഞാൻ ടോപ്പറായിട്ട് മാർക്സ് നേടി, +2 ഞാൻ ടോപ്പറായിട്ട് മാർക്സ് നേടി, എഞ്ചിനീയറിംഗും ഞാൻ ടോപ്പറായിട്ട് മാർക്സ് നേടി. എഞ്ചിനീയറിംഗിലും നല്ല മാർക്സ് നേടിയ ശേഷം എനിക്കൊരു മൾട്ടിനാഷണൽ കമ്പനിയിൽ ലക്ഷക്കണക്ക് ശമ്പളത്തിൽ ഒരു ജോലിയും കിട്ടി. ഡൽഹിയിലായിരുന്നു ആ ജോലി ചെയ്യുന്ന സമയത്ത് ദൈവം എനിക്കൊരു റൂംമേറ്റ് നൽകി. ശരിക്കും പറയണമെങ്കിൽ ഈ റൂംമേറ്റ് കാണോ IAS ആകാൻ താല്പര്യം. അദ്ദേഹമാണ് ഒരു ദിവസം എന്നോട് പറഞ്ഞു, കൃഷ്ണ എനിക്ക് IAS ആവാൻ താല്പര്യമുണ്ടോ എന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എന്താണ് IAS? അപ്പോൾ പെട്ടെന്ന് അദ്ദേഹം പറഞ്ഞു, ജില്ലാ കളക്ടർ ആവാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, എന്താണ് ഈ ജില്ലാ കളക്ടർ? ശരിക്കും പറയണമെങ്കിൽ അദ്ദേഹമാണ് എന്നെയും പഠിപ്പിച്ചതും എന്നെയും മോട്ടിവേറ്റ് ചെയ്തതും. അദ്ദേഹത്തിൻ്റെ കൂടെ കൊണ്ടുപോയിട്ട് ഒരു IAS കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്തു. ഞാനും അദ്ദേഹവും എല്ലാ ദിവസവും ഈ IAS കോച്ചിങ് പോയിട്ട് വരാൻ തുടങ്ങി. ഞാൻ എപ്പോൾ ഈ കോച്ചിങ് പോയിട്ട് വരാൻ തുടങ്ങിയോ എനിക്ക് പതുക്കെ മനസ്സിലായി IAS ഒരു ജോലിയല്ല, ഒരു സേവയാണ്. സ്വന്തം ജീവിതാനുഭവങ്ങൾ പങ്കുവെച്ച് ജില്ലാ കളക്ടർ വിദ്യാർത്ഥികൾക്ക് ലക്ഷ്യത്തിലേക്ക് മുന്നേറാനുള്ള ആവേശം പകർന്നു. സ്കൂൾ മാനേജർ ഫാദർ ജോർജ് പാറേമൻ അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ MT മോളി, ഇരിഞ്ഞാലക്കുട കോർപ്പറേറ്റ് എഡ്യൂക്കേഷണൽ ഏജൻസി മാനേജർ ഫാദർ സിജോ ഇരുമ്പൻ, മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു, വാർഡ് മെമ്പർ TV യദു കൃഷ്ണ, മുൻ പ്രിൻസിപ്പൽ KA വർഗീസ്, PTA പ്രസിഡന്റ് ക്ലിഫി കളപ്പറമ്പത്ത്, ഡേവിസ് ടൈറ്റസ്, ഷീന KP, VO ആനീസ്, ഡോക്ടർ ജോസ് വാറുണ്ണി എന്നിവർ സംസാരിച്ചു. ചെമ്പുകാവ് ഹോളി ഫാമിലി കോൺവെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ NSS യൂണിറ്റിൻ്റെയും മുൻ മുഖ്യമന്ത്രി K കരുണാകരൻ്റെ സ്മരണാർത്ഥം രൂപം കൊണ്ട കരുണം ട്രസ്റ്റിൻ്റെയും നേതൃത്വത്തിൽ ആർത്തവ ശുചിത്വ മെൻസ്ട്രൽ കപ്പ് ബോധവൽക്കരണം നടത്തി. പ്രമുഖ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ നിജി ജസ്റ്റിൻ നേതൃത്വം നൽകി. സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ പാവന റോസ്,
കരുണം ട്രസ്റ്റ് ചെയർമാൻ ജെൻസൺ ജോസ് കാക്കശ്ശേരി, എൻ നന്ദകുമാർ, പ്രോഗ്രാം ഓഫീസർ സെസി ജോൺ, ലാമിയ, എൽസ ഔസേഫ്, ഷാനുപ്രിയ, KS, നേഹ പയസ് എന്നിവർ പ്രസംഗിച്ചു. മാള ഹോളി ചൈൽഡ് CEM HSS സ്കൂളിൽ KCSL 2024-25 രൂപതാ തല പ്രവർത്തന വർഷ ഉദ്ഘാടനവും പ്ലാസ്റ്റിക് നിർമ്മാർജ്ജന യജ്ഞത്തിന്റെ 2ാം ഘട്ട പേപ്പർ ബാഗിന്റെ ഉപയോഗത്തിന്റെ ഉദ്ഘാടനവും നടന്നു. ഇരിഞ്ഞാലക്കുട രൂപതാ മെത്രാൻ മാർ പോളി കണ്ണുകാടൻ ഉദ്ഘാടനം ചെയ്തു. KCSL ആക്ടിംഗ് ഡയറക്ടർ ഫാദർ ചാൾസ് ചിറ്റാട്ടുകാരൻ പതാക ഉയർത്തി. KCSL ആരംഭിക്കുന്ന ഫണ്ട് ശേഖരണത്തിന്റെ ഭാഗമായി നടത്തുന്ന പഴയ പേപ്പറുകളുടെ ശേഖരണോദ്ഘാടനം സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ഫ്ലോറൻസ് നിർവഹിച്ചു. സിസ്റ്റർ റോസ്ലിറ്റ്, ലിജി ജോർജ്, നോബി ജെയ്സൺ, മേഘ ഡേവിസ്, PR സിനു തുടങ്ങിയവർ പങ്കെടുത്തു. അന്നമനട മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാവേലി സ്റ്റോറിന് മുന്നിൽ ധർണയും മാർച്ചും നടത്തി. ധർണ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് NS വിജയൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് PK തിലകൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ PD ജോസ്, VA അബ്ദുൽ കരീം, അഡ്വക്കേറ്റ് നിർമ്മൽ C പാത്താടൻ, KK രവി നമ്പൂതിരി, ടെസി ടൈറ്റസ്, KA ഇക്ബാൽ, സാനി ചക്കാലക്കൽ, രാഹുൽ വിജയൻ, ധന്യ ദേവദാസ്, MB പ്രസാദ്, VG സുമേഷ് കുമാർ, VA പോളി, TK രമേശൻ എന്നിവർ പ്രസംഗിച്ചു. മണ്ഡലം ഭാരവാഹികൾ, പോഷക സംഘടനാ ഭാരവാഹികൾ, സഹകരണ ബാങ്ക് ബോർഡ് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. സാമൂഹിക സംരംഭകത്വ വികസന പദ്ധതിയുടെ ഭാഗമായി സ്ത്രീ ശാക്തീകരണത്തിനായി സൈൻ NGO കോൺഫെഡറേഷനും BJP കൊടുങ്ങല്ലൂർ മണ്ഡലം കമ്മിറ്റിയും സഹകരിച്ചുകൊണ്ട് പകുതി വിലയ്ക്ക് വനിതകൾക്ക് ഇരുചക്ര വാഹനങ്ങൾ വിതരണം ചെയ്തു. BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് AN രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. BJP കൊടുങ്ങല്ലൂർ മണ്ഡലം പ്രസിഡന്റ് KS വിനോദ് അധ്യക്ഷത വഹിച്ചു. KS ശിവറാം, TS സജീവൻ, KT ബിനീഷ്, മിനി T സുമേഷ് തുടങ്ങിയവർ സംസാരിച്ചു. വീട്ടമ്മയായ യുവതിയെ അപമാനിക്കാൻ ശ്രമിച്ച കേസിൽ യുവാവ് അറസ്റ്റിലായി. മാള അണലൂർ സ്വദേശി കുറ്റിക്കാട്ട് വീട്ടിൽ പ്രവീണിനെയാണ് ഇരിഞ്ഞാലക്കുട DYSP MC കുഞ്ഞുമൊയ്തീൻകുട്ടി അറസ്റ്റ് ചെയ്തത്. ജൂൺ 19-ാം തീയതിയാണ് കേസിനാസ്പദമായ സംഭവം. ഗ്യാസ് സിലിണ്ടർ പിടിക്കാൻ സഹായത്തിനായി വിളിച്ച ശേഷം കയറി പിടിക്കാൻ ശ്രമിച്ചതോടെ യുവതി ബഹളം വെച്ച് ഓടി രക്ഷപ്പെടുകയായിരുന്നു. തുടർന്ന് പോലീസിൽ പരാതിയും നൽകി. സംഭവശേഷം സ്ഥലം വിട്ട ഇയാൾ പട്ടികജാതി പീഡന നിയമപ്രകാരം പോലീസ് കേസെടുത്തതോടെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് മുങ്ങി. തുടർന്ന് ഇരിഞ്ഞാലക്കുട DYSPയുടെ നേതൃത്വത്തിൽ ഇയാളെ അന്വേഷിച്ചു വരികയായിരുന്നു. പടിഞ്ഞാറെ ചാലക്കുടിയിൽ ആളൊഴിഞ്ഞ വീട്ടിൽ ഒളിച്ചു താമസിക്കുന്നതിനിടെ കഴിഞ്ഞ ദിവസം ഉച്ചയോടെയാണ് പോലീസ് സംഘമെത്തി പിടികൂടിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. SI KK പ്രസാദ്, ASI M സുമൽ, സീനിയർ CPO സിദീജ, ES ജീവൻ, CPO KS ഉമേഷ് എന്നിവരാണ് പ്രതിയെ പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്തെ റേഷൻ കടകൾ വഴിയുള്ള മണ്ണെണ്ണ വിതരണത്തിൽ നിയന്ത്രണം. ഇനി മുതൽ ഒരു പഞ്ചായത്തിലെ 2 റേഷൻ കടയിൽ നിന്ന് മാത്രമേ മണ്ണെണ്ണ വിതരണം ചെയ്യുകയുള്ളെന്ന് തീരുമാനം. തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ 5 കിലോ കഞ്ചാവ് പിടികൂടി. ഹൈദരാബാദിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്ന ശബരി എക്സ്പ്രസിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയ ബാഗിൽ തിരച്ചിൽ നടത്തിയതിനെ തുടർന്നാണ് കഞ്ചാവ് കണ്ടെത്തിയത്. പ്രതിയെ പിടികൂടാൻ ആയിട്ടില്ല. തൃശൂർ മേയർക്കെതിരെ ആഞ്ഞടിച്ച് VS സുനിൽകുമാർ. MK വർഗീസിനെ മാറ്റണമെന്ന നിലപാടിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് സുനിൽകുമാർ പറഞ്ഞു. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.